ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു കഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ഒന്നും ചെയ്യാനാകാതെ വളരെ നിസ്സഹായരായി നിന്നു പോകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അവിടെയൊക്കെ നമ്മളെ ഉയർത്തുന്ന ഒരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ. ഇനി നമുക്ക് ദീപയുടെ കഥയിലേക്ക് കടക്കാം. ഒരു ഗ്രാമത്തിൽ ദീപ എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ അപ്പച്ചൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. എല്ലാ ദിവസവും കടലിൽ പോകുമായിരുന്നു. അന്നും പതിവ് പോലെ കടലിൽ പോകാനായിട്ട് റെഡിയായി. ദീപ നോക്കുമ്പോൾ ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അവൾ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു, ഇന്ന് അപ്പച്ചൻ കടലിൽ പോകണ്ട. അപ്പച്ചൻ പറഞ്ഞു, ഇല്ല മോളെ, അപ്പച്ചൻ പോയിട്ട് വരാം. ദീപ ഓടിച്ചെന്ന് ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് അപ്പച്ചന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പച്ച ഇത് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് ആ മെഴുകുതിരി മേടിച്ച് അവരെല്ലാവരും അപ്പച്ചനും കൂട്ടുകാരും കൂടെ ബോട്ടിൽ പോവുകയാണ്. കുറേ ദൂരം അങ്ങ് ചെന്നു. ഒരു കുറേ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയും കൊടുങ്കാറ്റും ഈ കടലിലേക്ക് ആഞ്ഞടിച്ചു. അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റാതായി. അപ്പം അതിലുണ്ടായിരുന്നവരെല്ലാവരും കരഞ്ഞ് നിലവിളിച്ചു, ദൈവമേ രക്ഷിക്കണമെന്നും പറഞ്ഞ്. ഈ അപ്പച്ചൻ നോക്കുമ്പം ഇത്രയും കാറ്റുണ്ടായിട്ടും ദീപ തന്ന ആ മെഴുകുതിരി അപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. അപ്പച്ചൻ കൈ കൂപ്പി പ്രാർത്ഥിച്ചു, ദൈവമേ സുരക്ഷിതരായി ഞങ്ങളെ കടൽ തീരത്തെത്തിക്കണേ. എവിടെ നിന്നോ കിട്ടിയ ഒരു ധൈര്യത്തിൽ അപ്പച്ചൻ ഈ ബോട്ട് തിരികെ ഇവർ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു പാതിരാത്രിയോടുകൂടി ഇവർ കടൽ തീരത്തെത്തി. അപ്പച്ചനെ കണ്ട ദീപ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മോളെ, ഞങ്ങളെ എല്ലാവരെയും ഈ കടൽ തീരത്തെത്തിച്ചത് നീ തന്ന ആ ചെറിയൊരു മെഴുകുതിരിയുടെ വെട്ടമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വെൻ വി പ്രേ വിത്ത് ഫെയ്ത്ത്, ഗോഡ് ബിക്കംസ് അവർ സ്ട്രെങ്ത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.